കാരുണ്യക്കടലായ നല്ല കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിന് എല്ലാ പുകഴ്ചയും എല്ലാ ബഹുമാനവും സ്തുതിയും സ്തോത്രവും അത്യാദരപൂർവ്വം അർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു. സ്നേഹസ്വരൂപനായ മഹാദൈവം ബഹുമാന്യ ശ്രോതാക്കളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനതയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോകുന്ന അനുഭവം ഇത് ശരീരത്തിൽ അനുഭവിക്കുന്ന നിമിഷങ്ങളിലൊക്കെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയായി ഉടയവന്റെ സാന്ത്വന ശബ്ദം ഒരു കുളിർമഴ പോലെ പെയ്തിറങ്ങുമ്പോൾ പരിശുദ്ധാത്മ നൽകുന്ന ആലോചനയാണ് ദൈവം അറിയിക്കുന്ന സന്ദേശങ്ങൾ. വാത്സല്യ ദൈവകുഞ്ഞുങ്ങളുമായി സ്വർഗീയാലോചന പങ്കുവയ്ക്കാൻ കൃപയിൽ ആശ്രയിച്ച് ഇന്നും ഞാൻ കർത്താവിന്റെ ക്രൂശിൽ മറയുകയാണ്. ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വെളിപ്പാട് പുസ്തകം 2:11. ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ഞാൻ ദൈവത്തിന്റെ പരദീസയുടെ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കൊടുക്കും. ബഹുമാന്യ ശ്രോതാക്കളുടെ മുൻപിൽ വിളമ്പാൻ കർത്താവേൽപ്പിച്ച സ്വർഗീയ ഭോജനം, ശക്തിമാന്മാരുടെ അപ്പം, ജീവന്റെ മന്ന, മഹാദൈവത്തിന്റെ അരുളപ്പാട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കൊടുക്കും. അവൻ ജയിക്കുന്നവന് ജീവവൃക്ഷഫലം തിന്നാൻ കൊടുക്കും. മക്കളെ, ജയിക്കുന്നവനാ കൊടുക്കുന്നത് കേട്ടോ. കുഞ്ഞെ, നീ തോറ്റുപോകാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. കുടപ്പിറപ്പെ, നീ ഒരു പരാജയ വിഷയമായി അവൻ ജീവിതം തള്ളി നീക്കുന്നത് കാണാൻ, അപമാനപാത്രമായി കൂത്തുകാഴ്ചയായി തലകുനിച്ചു നിൽക്കുന്നത് കാണാൻ, അത് കണ്ട് ചിരിക്കാൻ കാത്തിരിക്കുന്ന ദുഷ്ടശക്തികളും അവരെ നിയോഗിച്ചയക്കുന്ന വ്യക്തികളും കാണുക. പരാജിതനായിട്ടല്ല, ജയാളിയായി വരുന്ന നിന്റെ നെറുകയിൽ ചൂടാൻ വർണ്ണപ്പകിട്ടാർന്ന സമ്മാനങ്ങളുമായി കാത്തിരിക്കുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞെ, ജയാളിയായ ക്രിസ്തുവാ നിന്നോട് പറയുന്നത്, നീ തളർന്നു പോകത്തില്ല, നീ തോറ്റുപോകത്തില്ല. തോൽവി ഉറപ്പാണെന്ന് മനസ്സ് മന്ത്രിക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലേ, നീ നിന്നോട് തന്നെ പറയണം, ഞാൻ തോറ്റുപോകാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. കാരണം പാപത്തെ ജയിച്ചവൻ, ലോകത്തെ ജയിച്ചവൻ, മോഹത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, ജയാളിയായ ക്രിസ്തു എന്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഞാൻ തോറ്റുപോകത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരാജയം ഉറപ്പാണെന്ന് മനസ്സിൽ കുറിച്ചിട്ട വ്യക്തികളെ തൊട്ട് പരിശുദ്ധാത്മാവ് പറയുന്നില്ല, കുഞ്ഞെ, നീ തോറ്റുപോകത്തില്ല. നേരിടുന്ന സാമ്പത്തിക പരാധീനത നിന്നെ പരാജയത്തിലേക്ക് വലിച്ചുകൊണ്ടു പോകുകയാണോ? നന്മയുടെ, സമൃദ്ധിയുടെ, അനുഗ്രഹത്തിന്റെ പുതുവഴി തുറക്കാൻ കഴിവുള്ള ദൈവം ഇതാ നിനക്ക് വേണ്ടി നന്മയുടെ പുതുവഴി തുറക്കുമെന്ന് ഈ 2024 ദൂത് പറയുകയാ. നിന്റെ ഞെരുക്കം പൂർണ്ണമായി തീർക്കാൻ പര്യാപ്തമായ വഴി, ബുദ്ധിമുട്ട് പരിഹരിക്കാൻ പ്രാപ്തമായ വഴി. കുഞ്ഞെ, നീ നോക്കുമ്പോൾ വഴികളൊന്നുമില്ലായിരിക്കാം. വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞാട്ട് ദൈവം എനിക്കായി പുതുവഴി തുറക്കുന്നു, ഞാൻ തോറ്റുപോകത്തില്ല. ഹല്ലേലൂയ. തലമുറയുടെ ഭാവിയോർത്ത് നെടുവീർപ്പെടുന്ന മാതാവേ, ചുറ്റും നിരാശ നൃത്തം ചെയ്യുകയാണോ? ഉറ്റവർ പോലും നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് നല്ല വാക്ക് പറയുന്നില്ലേ? യൗവനത്തിന്റെ പ്രസരിപ്പ് കുഞ്ഞുങ്ങളെ വിട്ട് അകന്നു തുടങ്ങിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ തലമുറ തോറ്റുപോകത്തില്ല, നിരാശപ്പെട്ടു പോകത്തില്ല, മുരടിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. തീർച്ചയായും അവൻ തീർച്ചയായും ഇത് നടക്കുമെന്ന് മനസ്സുറപ്പിച്ച വിവാഹാലോചന പോലും ഒരു കാരണവുമില്ലാതെ മുടങ്ങിപ്പോകുന്നു. നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവശബ്ദം കേൾക്കുന്ന ജീവിതമേ, എല്ലാ തടസ്സങ്ങളെയും മാറ്റി കർത്താവ് നിന്റെ പൈതലിനെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റും. അവൻ മാന്യമായ വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് നൽകി ജീവിത വിശുദ്ധിയുടെ ആവശ്യകത എന്നുവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അവരത് അക്ഷരപ്രകാരം അനുസരിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നവർ തങ്ങളെ വിട്ട് കടന്നു പോകുന്ന യൗവനത്തെ നോക്കി നിരാശ പുതച്ചവരായി തലകുനിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്തു നെഞ്ചു നീറി കരയുന്ന ജീവിതമേ, റിബേക്കയെ തേടി എലയാസർ ലാബാന്റെ ഭവനത്തിൽ വന്നതുപോലെ നിന്റെ തലമുറയെ തേടി ദൈവമയക്കുന്ന ആലോചന നിന്റെ പടിപ്പുര കടന്നു വരാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. കാര്യം ബോധ്യമാകുമ്പോൾ നീയും പറയും, ഇത് യഹോവയാൽ വരുന്നു, ഇത് യഹോവയാൽ വരുന്നു. ധൈര്യപ്പെടുക, നിന്റെ തലമുറ തോറ്റുപോകത്തില്ല. അവൻ മഹാദൈവം അഭിഷേകം ചെയ്ത് വേർതിരിച്ചതല്ലേ ദൈവദാസനെ? ശുശ്രൂഷ മേഖലയിൽ പക്ഷേ നിനക്ക് മുന്നേറാൻ കഴിയുന്നില്ല. തിരുവചനം പ്രസംഗിക്കാൻ അവസരം ലഭിക്കുമ്പോ വാക്കും പദങ്ങളും വാക്യങ്ങളും ആശയങ്ങളും നാവിലെത്താതെ അകന്നു നിൽക്കുന്നു. സമയം വേർതിരിച്ചു പഠിച്ച് ഹൃദയസ്ഥമാക്കിയ വിഷയവും ശുശ്രൂഷാവേളയിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. കർത്താവ് വിളിച്ചിറക്കിയ ആദ്യ നാളുകളിൽ അന്ന് പരിശുദ്ധ നൽകി സ്വർഗീയ ദർശനം മാത്രമാ ഇന്ന് നിന്നെ പിടിച്ചു നിർത്തുന്നത്. അഭിഷിക്തനെ, ദൈവദാസനെ, കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കാൻ നിരന്തരം പ്രേരിപ്പിക്കുന്ന അന്ധകാരത്തിന്റെ അധിപതികൾ കേൾക്കെ സ്വർഗം തന്റെ ആലോചനയാൽ നിന്നെ നിറയ്ക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞെ, നിന്റെ ശുശ്രൂഷ ലഭിക്കാൻ കാത്തിരിക്കുന്ന ജനസഞ്ചയങ്ങൾ ദേശത്തിന്റെ പല ഭാഗത്തായി ഉയർന്നു വരാൻ പോകുന്നു. വാക്കുകളുടെ ദൗർലഭ്യം ഇനി നിന്നെ നിരാശനാക്കത്തില്ല. വചന
പദനിശ്ചയവും പദസ്വാതന്ത്ര്യവും നൽകി ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നു. ആമേൻ. പ്രഭുത്വത്തിന്റെ അഭിഷേകത്താൽ, ലീഡർഷിപ്പിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവനായി ഭാരതത്തിന്റെ ഇരുൾ മൂടിയ ഗ്രാമങ്ങളിൽ മാത്രമല്ല, അധാർമികത കൊടികുത്തി വാഴുന്ന മെട്രോപൊളിറ്റൻ സിറ്റികളിലും സ്വർഗത്തിന്റെ പ്രതിനിധിയായി കർത്താവ് നിന്നെ അയക്കും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സുവിശേഷത്തിന്റെ സത്യവെളിച്ചം കടന്നു ചെല്ലാതിരിക്കാൻ നിയമനിർമ്മാണം നടപ്പിലാക്കിയ ഇടങ്ങളിൽ പോലും കണ്ടെയ്നറുകൾ കണക്കിന് തിരുവചനത്തിന്റെ പ്രതികൾ വിതരണം ചെയ്യുന്ന ശക്തമായ ഒരു പ്രസ്ഥാനം. അതിനൊപ്പം പ്രവർത്തിക്കാൻ ദൈവം നിന്നെ കരങ്ങൾ ഉപയോഗിക്കുന്ന നാളുകൾ വിദൂരത്തല്ലെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. കുഞ്ഞെ, ദൂതേറ്റെടുത്തെങ്കിൽ ശത്രുക്കൾക്ക് പറയണം, ഞാൻ തോറ്റുപോകത്തില്ല, ഞാൻ തോറ്റുപോകാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. സ്തോത്രം. ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം ഞാൻ തിന്നാൻ കൊടുക്കും. സഹോദരങ്ങളെ, വെളിപ്പാട് പുസ്തകം നാം പ്രാർത്ഥനയോടെ പഠിക്കുമ്പോൾ എഫേസോസ് തുടങ്ങി 7 സഭകളും ജയിച്ചവരായി കർത്താവിൽ നിന്ന് പ്രതിഫലം നേടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതായി മനസ്സിലാക്കാം. നോക്കൂ, ജയിക്കുന്നവന് ജീവകിരീടം, ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്ന, വെള്ളക്കല്ല്, പുതിയ പേര്, ജാതികളുടെ മേൽ അധികാരം, എന്നോടുകൂടെ ഇരിപ്പാൻ വരം ഒക്കെ ജയിക്കുന്നവനാ. ജീവവൃക്ഷത്തിന്റെ ഫലം ജയിക്കുന്നവന് തിന്നാൻ കൊടുക്കും. സമ്മാനങ്ങൾ നിരവധിയാ നമ്മെ കാത്തിരിക്കുന്നത്. എന്നാൽ ഈ ജയിക്കുന്നവൻ എന്നുള്ള പദം ഇംഗ്ലീഷ് പരിഭാഷയിലേക്ക് നോക്കൂ. ഓവർകം ചെയ്യുക എന്നാ കാണുന്നത്. ഓവർകം ചെയ്യുക അഥവാ മറികടക്കുക. സ്തോത്രം. കർത്താവിനെ പിൻപറ്റുന്ന ദൈവവൈതലിന്, ദൈവകുഞ്ഞുങ്ങൾക്ക് ചിലതൊക്കെ മറികടക്കേണ്ടി വരും, ചിലതൊക്കെ മറികടക്കണം. ഓവർകം ചെയ്യാനുണ്ട്, ജയം നേടാനുണ്ട്. അതല്ലേ ദാവീദ് പറയുന്നത് 18-ാം സങ്കീർത്തനം 29-ാം വാക്യം, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും എന്ന് പറഞ്ഞാൽ തന്റെ മുന്നിൽ വാഗ്ദത്തത്തിന് തടസ്സമായി ഒരു മതിലുണ്ട്. പക്ഷേ ഞാനത് ചാടിക്കടക്കും, ഓവർകം ചെയ്യും. എന്റെ ശക്തി കൊണ്ട് സാധിക്കത്തില്ല, എന്നാൽ എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. മുമ്പിലുള്ള പ്രതിസന്ധിയുടെ മതിൽ കണ്ട് മനസ്സു തകർന്നിരിക്കുന്ന വത്സല്യ സഹോദരങ്ങളെ, നിന്റെ നെറുകയിൽ തൊട്ട് പരിശുദ്ധാത്മ പറയുന്നു, ഈ മതിൽ നീ കാര്യമാക്കേണ്ട, ഈ പ്രതികൂലം നീ കാര്യമാക്കേണ്ട, ഒരിക്കലും മുന്നേറാൻ അനുവദിക്കില്ലെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് തല ഉയർത്തി നിൽക്കുന്ന പ്രതികൂലത്തിന്റെ വൻമതിൽ, നന്മയുടെ പുതുവഴി കാണാൻ അനുവദിക്കത്തില്ലെന്ന് അട്ടഹസ്സുകൊണ്ട് ശത്രു കെട്ടി ഉയർത്തിയിരിക്കുന്ന വൻമതിൽ, കുഞ്ഞെ നിനക്ക് കഴിയില്ല. നിന്റെ മുൻപിൽ നിലംപൊത്താൻ പോകുക. കാരണം ജയാളിയായ ക്രിസ്തു നിന്റെ ഉള്ളിൽ ഇരിക്കുന്നു. കുഞ്ഞെ, നിന്നെ വിളിച്ചിറക്കിയവന്റെ മുന്നിൽ വീഴാത്ത ഒരു മതിലുമില്ല കേട്ടോ. അവന്റെ മുമ്പിൽ തകർന്നു വീഴാത്ത കോട്ടകളൊന്നുമില്ല, തുറക്കാത്ത വാതിലുകളൊന്നുമില്ല. വിശ്വാസത്താൽ വിളിച്ചു പറയണം, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും, ഞാനത് ഓവർകം ചെയ്യും, ഞാൻ ഈ പ്രതികൂലം തരണം ചെയ്യും. ഈ മതിലിന് മുന്നിൽ ഞാൻ തോറ്റുപോകാൻ ദൈവം സമ്മതിക്കത്തില്ല. 7 സഭകൾക്കുമുള്ള സമ്മാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമത് എഫേസോസ് സഭയ്ക്കുള്ള സമ്മാനമാണ്. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കൊടുക്കും. ഇവിടെ ജീവവൃക്ഷത്തിന്റെ ഫലം ജയാളിയായ കർത്താവിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. കർത്താവിന്റെ കയ്യിൽ ജീവവൃക്ഷത്തിന്റെ ഫലം ഒരു മനുഷ്യന് ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്തതാണ്. പ്രിയരെ, സാധ്യതയൊന്നുമില്ലെങ്കിലും കർത്താവ് പറഞ്ഞതാണെങ്കിൽ ആ വാഗ്ദത്തം നടന്നിരിക്കും. അവനത് നിന്റെ കയ്യിൽ തന്നിരിക്കും. ദൈവാലോചന പ്രകാരം ചേർന്ന് കോഴ്സ, പക്ഷേ പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല. വെറുതെ നാളുകൾ തള്ളി നീക്കുകയാ. ഭാവിയിലേക്ക് നോക്കാൻ തന്നെ ഭയമായിരിക്കുന്നു. മക്കളെ, കർത്താവിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, നീ പറഞ്ഞത് സത്യമാ, ഒന്നും നിനക്ക് മനസ്സിലാവുന്നില്ല. ഒരു വലിയ പരാജയം നീ മുമ്പിൽ കാണുന്നുണ്ട്. ദൈവം പറഞ്ഞ ആലോചന അബദ്ധമായതാണോ? ഇല്ല മക്കളെ. കുഞ്ഞെ, നീ ഈ മണ്ണിൽ ഉദയം ചെയ്തതിനു മുൻപ് നീ എവിടെ ജനിക്കണമെന്ന് നിശ്ചയിച്ചവൻ, എന്തു പഠിക്കണം, നീ ആരായിത്തീരണം, നിന്റെ ജനനത്തിന്റെ നാഴികയ്ക്കും മരണത്തിന്റെ വിനാഴികയ്ക്കും ഇടയിൽ നിന്നെ കൊണ്ട് ചെയ്തെടുക്കാനുള്ള ദൈവിക പദ്ധതി മുഴുവനും, ആ പദ്ധതിയുടെ കർമ്മപരിപാടികൾ മുഴുവനും കൃത്യമായി എഴുതി വെച്ചിട്ട് ഈ ഭൂമിയിൽ നിന്നെ ജനിക്കാൻ അനുവദിച്ചൊരു ദൈവമുണ്ട്. അത് നിന്റെ വിചാരമല്ല, ദൈവത്തിന്റെ വിചാരം, നിന്റെ ഉദ്ദേശമല്ല, ദൈവത്തിന്റെ ഉദ്ദേശം. നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ശ്രേഷ്ഠവും മാന്യവും അത്രേ. അത് ജീവവൃക്ഷത്തിന്റെ ഫലം കർത്താവിന്റെ കയ്യിലിരിക്കും. നമുക്ക് ഏതെങ്കിലേക്കൊന്ന് നോക്കാം. ദൈവകൽപ്പന ലംഘിച്ച മനുഷ്യൻ അറിവിന്റെ വൃക്ഷഫലം ആസ്വദിച്ചു. പാപത്തിന്റെ കരിമ്പടം അവന്റെ മേൽ വിരിയപ്പെട്ടു. ആ കരിമ്പടം അവൻ പുതച്ചു നിൽക്കുകയാണ്. ഇനി അവൻ ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ചു തിന്നാൽ മരണമില്ലാത്തവനായി, നിത്യം ഭാവിയായി, ദൈവത്തോട് ബന്ധമില്ലാത്തവനായി ജീവിക്കാൻ ഇടവരാതിരിക്കേണ്ടതിന് ദൈവവനെ ഏതെങ്കിലും നിന്ന് പുറത്താക്കിയാലും അകത്ത് കയറി ജീവവൃക്ഷഫലം പറിച്ച് തിന്നാൻ സാധ്യതയുള്ളതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം നോക്കൂ, 3:24 ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെറൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. അടുക്കുന്നവൻ ആരായാലും
വെട്ടേൽക്കും. ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം ഇതാ ക്രിസ്തുവിന്റെ കയ്യിലിരിക്കുന്നു. ജയിക്കുന്നവന് നൽകാനുള്ള പ്രതിഫലമായി, സമ്മാനമായി. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കൊടുക്കും. മക്കളെ, നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റി നിർത്താൻ വേണ്ടി തല ഉയർത്തി നിൽക്കുന്ന മതിലുകൾ അവൻ ശത്രു കെട്ടിയുയർത്തിയത അതെന്തു തന്നെയായാലും മറികടക്കണം. ഓവർകം ചെയ്യാൻ, ജയിക്കാൻ നിനക്ക് വേണ്ടി ജീവൻ വെച്ചെന്ന് കർത്താവ് നിന്നെ സഹായിക്കും. പ്രാർത്ഥിച്ചാട്ട്. ദാവീദ് പറയുന്നു, എനിക്ക് സ്വയമായി കഴിയത്തില്ല, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. അവൻ രക്ഷകനായ ക്രിസ്തുവിനെ ശരണം പ്രാപിക്ക്, ഏൽപ്പിച്ചു കൊടുക്ക്. സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ, ദുഷ്ടൻ കെട്ടിയുയർത്തിയ പ്രതികൂലത്തിന്റെ മതിലിനെ നിന്റെ കാൽ കീഴാക്കിത്തരും. നീ അതിനെ ഓവർകം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. എത്രമാത്രം ജാഗ്രതയോടെയാ ജീവവൃക്ഷം സൂക്ഷിച്ചിരിക്കുന്നത്. തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാല, ദൈവകോപത്തിന്റെ ജ്വാല ആളിക്കത്തുകയവിടെ. അടുക്കുന്നവൻ ആരായാലും വെട്ടേൽക്കും. സ്തോത്രം. ഈ ജീവവൃക്ഷത്തിന്റെ ഫലം എങ്ങനെയാ ദൈവപുത്രന്റെ കൈകളിലെത്തിയത്? അതറിയണമെങ്കിൽ സക്കരിയാവിന്റെ പുസ്തകം നോക്കണം. 13-ാം അധ്യായം 7-ാം വാക്യം. വാളേ, എന്റെ ഇടയന്റെ നേരെയും എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക. പ്രിയരെ, ഇത് സക്കരിയാവിന്റെ വാക്കുകളല്ല, സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാടാണ്. എന്താ അരുളപ്പാട്? വാളെ എഴുന്നേറ്റ് കൂട്ടാളിയായ പുരുഷനെ വെട്ടണം. എന്റെ കൂട്ടാളിയായ പുരുഷനെ വെട്ടണം. ആടുകൾ ചിതറാൻ ഇടയനെ വെട്ടണം. ഇടയൻ ആരാണെന്നതിന് തർക്കമില്ല. ശ്രേഷ്ഠ ഇടയൻ, നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകിയ ഇടയൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പൊ കൂട്ടാളിയായ പുരുഷനാരാ? അതും മറ്റാരുമല്ല, ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ അവിടെ ശില്പിയായിരുന്ന കൂട്ടാളി. അത് അധികാരത്തോടെ പറയാൻ കഴിയുന്ന ഒരുത്തനേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആകാശത്തിന് വൃത്തം വരയ്ക്കാൻ കൂട്ടാളിയായിരുന്നവൻ, അഴിക്ക് പഞ്ചസാര മണ്ണൽ കൊണ്ട് അതിരുവെച്ച കൂട്ടാളി, അനാദികാലത്തിനു മുമ്പേ പൂർവ്വകാല നിത്യതയിലും സത്യദൈവത്തിന്റെ നിത്യപ്രമോദമായിരുന്ന കൂട്ടാളി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതേ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ദൈവപുത്രനാണ് അവൻ. ഹല്ലേലൂയ. അവനല്ലാതെ മറ്റൊരു കൂട്ടാളി ദൈവത്തിനില്ല. അവൻ അവനപുത്രനായ കൂട്ടാളിയെ വെട്ടാൻ വാളിനോട് കൽപ്പനയിട്ടിരിക്കുകയാണ്. കാൽവറിയുടെ പരമയാഗത്തിന് തൊട്ടുമുമ്പ് കർത്താവ് ഈ വചനം തന്റെ ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മത്തായി 26:31. യേശുവരോട്, ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കിലിടറും, ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എവിടെ എഴുതിയിരിക്കുന്നു? സക്കരിയാവ് 13:7. സക്കരിയാവിലൂടെ പരിശുദ്ധാൻ പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി ഇതാ ഗോൽഗോഥായിൽ സംഭവിക്കുന്നു. കാൽവറിയുടെ കൊലമരത്തിൽ പീഡകൾ സഹിച്ച ക്രിസ്തു, സർവശക്തനായ ദൈവത്തിന്റെ കൂട്ടാളി, പങ്കാളി, ഇടയൻ, ഓമനപുത്രൻ ഇതാ രക്ഷണ്യവേല പൂർത്തിയാക്കും. ഇപ്പോഴവിടെ കൂടിയിരിക്കുന്നവർക്ക് അടിപ്പിണരുകളിൽ നിന്നൊഴുകുന്ന ചോരപ്പുഴ കാണാം. വലം കണ്ണ് കുത്തി തുളച്ച് പുറത്തിറങ്ങിയ മുൾക്കിരീടം കാണാം. കൈകാലുകളെ തുളച്ച് കാലിരുമ്പാണി കാണാം. കുത്തിത്തുളച്ച വിലാപ്പുറം കാണാം. അവൻ ക്രൂശിക്കപ്പെട്ട കുറ്റവാളികളെ കാണാം. ഇടനെഞ്ച് തകർന്നു നിലവിളിക്കുന്ന മറിയടക്കമുള്ള സ്ത്രീകളെ കാണാം. എന്നാൽ മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾക്ക് ദൃഷ്ടിഗോചരീഭവിക്കാത്ത പല കാര്യങ്ങൾ അവിടെ അദൃശ്യമണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. ദൈവപുരുഷനായ ദാവീദിന്റെ ഹൃദയദൃഷ്ടിയിൽ അതേ യേശുക്രിസ്തുവിന്റെ പരമയാഗം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിക്കൊടുത്തത് താൻ 22-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. കാൽവറിയുടെ നേർചിത്രം അകതാരിൽ വെളിപ്പെട്ടത് അക്ഷരക്കൂട്ടുകളായി വരച്ചു വച്ചിരിക്കുന്നത് കാണാം. 22:12 മുതൽ നോക്ക്. അനേക കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ഗോൽഗോഥായിൽ നിൽക്കുകയാണെങ്കിലും അകക്കണ്ണ് തുറക്കാത്തവന് ഈ കാഴ്ചപ്പാട് ലഭിക്കത്തില്ല. 13-ാം വാക്യം. ബുഭുക്ഷയോട് അലർന്ന സിംഹമെന്ന പോലെ അവർ എന്റെ നേരെ വായ് വിളർക്കുന്നു. നായ്ക്കളെന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടമെന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എന്റെ അങ്കിക്കായി ചീട്ടിടുന്നു. രക്ഷാനായകന്റെ കൈകാലുകൾ തുളയ്ക്കപ്പെട്ടത് അവിടെ നിന്നവർക്ക് കാണാം. അവന്റെ അങ്കിക്കായി ചീട്ടിടുന്നത് കാണാം. എന്നാൽ ബാശാൻ കൂറ്റന്മാരെ അവർക്ക് കാണാൻ കഴിയില്ല. ബുഭുക്ഷയോട് അലർന്ന സിംഹത്തെ കാണാൻ കഴിയില്ല. ചുറ്റിവളയുന്ന നായ്ക്കളെയും കാളക്കൂറ്റന്മാരെയും മണ്ണിന്റെ കണ്ണുകൊണ്ട് കാണാനാവില്ല. ദൈവപുത്രൻ തന്റെ തങ്കിലെ ചോര ഊറ്റി മുഴുലോകത്തിനും വീണ്ടെടുപ്പ് നിർവഹിക്കുമ്പോൾ അന്ധകാര ശക്തികൾ മുഴുവനും അലറുന്ന മൃഗരൂപങ്ങളായി ദാവീദിന് വെളിപ്പെടുകയാണ്. ഇതുപോലെ തന്നെ കാൽവറിയിലെ കൊലക്കളത്തിലെ സംഭവം സക്കരിയ പ്രവാചകന് പരിശുദ്ധനു വെളിപ്പെടുത്തിയതാണ്. 6-ാം മണിനേരം മുതൽ 9-ാം മണിനേരം വരെയും ലോകമന്ധകാരത്തിൽ അകർന്നപ്പോൾ പിതാവിന്റെ ശബ്ദം ദിഗന്ധങ്ങളെ ഭേദിച്ചുകൊണ്ട് പർദീസയിൽ മുഴങ്ങി, വാളേ, ഇടയനെ വെട്ടുക, എന്റെ കൂട്ടാളിയായ പുരുഷനെ വെട്ടുക.
ജീവവൃക്ഷത്തിലേക്കുള്ള വഴികാപ്പാൻ തിരിയുന്ന വാളിന്റെ ജ്വാല കത്തിക്കാളി നിൽക്കുമ്പോൾ തുളയ്ക്കപ്പെട്ട കരങ്ങൾ അവൻ നീട്ടി പുത്രൻ ജീവവൃക്ഷത്തിന്റെ ഫലം കരസ്ഥമാക്കി. കുഞ്ഞേ, പുത്രൻ വെട്ടേറ്റത്, കുത്തി തുളയ്ക്കപ്പെട്ടത്, നിന്നാപാത്രമായി മാറിയത് നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാ. നിന്റെ ശിക്ഷ മാറ്റി രക്ഷയുടെ മേലങ്കി ധരിപ്പിച്ച് നിന്റെ ദൈവിക പുത്രത്വമെന്ന മഹനീയ പദവി നൽകി ആദരിക്കാൻ വേണ്ടിയാ. അരുമനാഥൻ കരുതിയിരിക്കുന്ന ഉപമിക്കാനാവാത്ത സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാൻ കുഞ്ഞെ നീ ജയിച്ചേ മതിയാകൂ. പാപവഴി വിട്ട് വിജയിക്കണം, ദുശീലങ്ങൾ വിട്ട് വിജയിക്കണം, പാരമ്പര്യം വിട്ട് തിരിഞ്ഞ് വിജയിക്കുക, വിഗ്രഹാരാധന വിട്ട് ജയിക്കുക. ഇതിനെയൊക്കെ ഓവർകം ചെയ്യുവാൻ കർത്താവ് നിന്നെ സഹായിക്കും. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ജയാളിയായി മാറുവാൻ എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും. നിനക്കുള്ള സമ്മാനം, നിന്റെ തലമുറകൾക്ക് വേണ്ടിയുള്ള സ്വർഗീയ സമ്മാനവുമായി രക്ഷാനായകനായ ക്രിസ്തു നിന്നെ കാത്തിരിക്കുന്നു. മക്കളെ, ഇതൊരു നല്ല അവസരമാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് അവൻ സ്വർഗീയ പ്രതിഫലത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന അനുപമമായ സമ്മാനത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. ജയജീവിതം നയിക്കാൻ, വിജയശ്രീലാളികനായി കർത്താവിനോടൊപ്പം ജീവിക്കാൻ, കർത്താവിനോടൊപ്പം വാഴുവാൻ ഒരു വാക്കിൽ നീ പ്രാർത്ഥിക്കണം. യേശുവേ, എന്റെ ഇതുവരെയുള്ള പാപങ്ങൾ ക്ഷമിക്കണം. ഞാൻ അങ്ങയെ രക്ഷിതാവും കർത്താവുമായി എന്റെ ദൈവവുമായി അംഗീകരിച്ച് അനുസരിച്ച് ആരാധിച്ച് ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുക. എന്റെ മുന്നിലുള്ള പാപവഴികളെ, മോഹത്തെ അവൻ എല്ലാം ഓവർകം ചെയ്യാൻ, മറികടക്കാൻ, ജയിക്കാൻ നിന്റെ ശക്തി എനിക്ക് ആവശ്യമാണ്. കർത്താവേ, ചില ദുശീലങ്ങൾ എനിക്കുണ്ട്, അതിനെ മറികടക്കാൻ നിന്റെ ശക്തി എനിക്ക് ആവശ്യമാണ്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, കോപ സ്വഭാവം എനിക്കുണ്ട്, അത് മറികടക്കാൻ നിന്റെ കൃപ എനിക്ക് ആവശ്യമാണ്. ജയിക്കുന്നവന് കരുതി വെച്ചിരിക്കുന്ന സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുവാൻ എന്നെയും എന്റെ കർത്താവ് നീ സഹായിക്കണം. എത്ര പേർ പ്രാർത്ഥിക്കും? കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ദൈവം നിന്നെ അതിന് സഹായിക്കും. കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മ തിരുക്കരം കൊണ്ട് തന്നെ നിന്റെ കൈകളിൽ നൽകിത്തരും. ദൈവത്തിന് മഹത്വം. ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം കൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ എളിവിനെ അനുവദിച്ച മഹാദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്. ദൈവകുഞ്ഞുങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർത്താലും. സൗഹൃദങ്ങളെ, എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അറിയിച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്പർ ഇതാണ് 9072141834. ദൈവം വിളിച്ചാൽ വീണ്ടും നമുക്ക് വചനത്തിന്റെ വെളിച്ചത്തിൽ ഒരുമിച്ച് കൂടാമല്ലോ. അതുവരെ കൃപയുടെ കരങ്ങളിൽ സുരക്ഷിതരാകാം. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.